ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ മാർഗനിർദ്ദേശപ്രകാരം 30% പ്രദേശം വനമായി സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുകളാണ് ഉണ്ടാകുന്നതെന്നും സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും സംസ്ഥാന വന മഹോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ വന്യജീവി വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. നമുക്ക് ഒരു സമവായമാണ് ഉണ്ടാക്കേണ്ടത്. ആ സമവായത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് വനം വകുപ്പ് അതിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചരിത്ര പശ്ചാത്തലത്തിലേക്കും ചരിത്ര ബോധത്തിലേക്കും പുതിയ തലമുറയെ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെയുള്ള ഒരു സമഗ്ര പദ്ധതിക്കാണ് ഞങ്ങൾ രൂപം നൽകിയിട്ടുള്ളത്. നഗരങ്ങളിലും പരിസരങ്ങളിലും പച്ചപ്പ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ 7.9 കോടിയിലേറെ രൂപ ചെലവിൽ ചാലിയത്ത് നടപ്പിലാക്കുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഹോർത്തൂസ് മലബാരിക്കസ് ഉദ്യാനം, പുതുതായി നിർമ്മിച്ച ടിക്കറ്റ് കൗണ്ടർ, പ്രവേശന കവാടം, മോഡേൺ ടിംബർ സ്റ്റോക്ക് യാർഡ്, ഇക്കോ സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി A.K. ശശീന്ദ്രൻ നിർവഹിച്ചു. ഇന്ത്യയിലെ മറ്റ് സ്ഥാപനങ്ങളിലെ വനം വകുപ്പുകൾക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് മന്ത്രി A.K. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ പ്രദേശത്തിന്റെ വികസനത്തോട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കാണിക്കുന്ന താല്പര്യത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാൻ കൂടി ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അഹമ്മദ് ദേവർകോവിൽ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T.K. ശൈലജ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ D. ജയപ്രസാദ്, ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ഗംഗാ സിംഗ്, നോർത്ത് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ KS, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.